നമ്മൾ ഇന്ന് പരീക്ഷണത്തിലേക്ക് പോയത് നമ്മുടെ കൈകടത്തലുകളാണ്. നമ്മുടെ ഉമ്മപെങ്ങന്മാരോട് പറയട്ടെ, കല്യാണ വീടുകളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനാവശ്യമായ ആചാരങ്ങൾ ഏതെല്ലാം രീതികളാണ്. ആണും പെണ്ണും വേർതിരിച്ച് കൃത്യമായ ഒരു രീതിശാസ്ത്രം അല്ലാഹു പഠിപ്പിച്ചതാണ്. മൗലിയാര് പറഞ്ഞതല്ല, മുല്ലാക്ക പറഞ്ഞതല്ല, വഅദ് പറയുന്ന മുസ്ലിയാരുടെ ആശയമല്ല. ആണിനും പെണ്ണിനും വേറെ 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 എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാബ് പഠിപ്പിച്ചു തന്നു. പക്ഷേ പള്ളിയിലെ ഉസ്താദിന്റെ വീട്ടിലെ കല്യാണത്തിന് ഹിജാബില്ല, പ്രസിഡന്റിന്റെ വീട്ടിലെ കല്യാണത്തിന് ഹിജാബില്ല, സെക്രട്ടറിയുടെ വീട്ടിലെ കല്യാണത്തിന് ഹിജാബില്ല. പിന്നെ എന്തായി മതം? പിന്നെ ആർക്കായി പറഞ്ഞത്? ഇപ്പോൾ പല സ്ഥലത്തും ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നിക്കാഹെങ്കിൽ നിക്കാഹിന്റെ സ്റ്റേജിലേക്ക് പോലും പോകാൻ പറ്റാത്ത കാഴ്ചയാണ്. ഇക്കഴിഞ്ഞ 2 ആഴ്ച മുമ്പും ഈ പരിസരത്തൊരു നിക്കാഹിന് വേണ്ടി വന്നിട്ട് ഓഡിറ്റോറിയത്തിന് മുമ്പിൽ നിന്ന് മടങ്ങിപ്പോരേണ്ടി വന്നു. കാരണം നിക്കാഹ് നടത്തുന്ന വെന്യൂവിലും സദസ്സിൽ മുഴുവൻ സഹോദരിമാരാണ്. അവിടെ ഷാഹിദാവാൻ പോലും പുരുഷന്മാർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. കയ്യേറിയ പുതിയ കാലത്ത് ഇതൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമം എക്കാലത്തും പ്രയോഗിക്കേണ്ടതും പറയേണ്ടതും എക്കാലത്തും പ്രയോഗിക്കേണ്ടതും പറയേണ്ടതുമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. വഅദിന്റെ സമയത്ത് സാരി കെട്ടി അപ്പുറത്തിരുത്താൻ മാത്രമുള്ള ഹിജാബല്ല. എന്നാ പിന്നെ നാളത്തെ വഅദ് മുതൽ ഇവിടെ അവരും കൂടെ ഇവിടെ നോക്കണം. അങ്ങനെയല്ല. ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരെയും അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോളെയും എങ്ങനെയാണ് ജീവിപ്പിച്ചതെന്ന് ഹിജാബിന്റെ അധ്യായങ്ങൾ പഠിപ്പിച്ചു. മതം പറഞ്ഞ മറയുടെ അധ്യായങ്ങളെ എടുത്തു മാറ്റിയപ്പോൾ ഇവിടെ വന്ന ദുരന്തങ്ങൾ എത്രയാണ്. കുടുംബങ്ങളുടെ ഉള്ളിലെ ലൈംഗിക സദാചാരം പോലും നഷ്ടപ്പെട്ടു പോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കുടുംബങ്ങളുടെ ഉള്ളിലെ ലൈംഗിക സദാചാരം പോലും ഇല്ലായ്മ ചെയ്യപ്പെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.